A+2 സ്വാഗതം. പുതുവർഷമായി 2025. ഈ 2025 നമുക്ക് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഔദ്യോഗിക വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ഒട്ടേറെ മാറ്റങ്ങൾക്ക് 2025 സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. അത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അപ്പോൾ ജനുവരി 1 മുതൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതും ഈ വർഷം ഉണ്ടാകുന്ന മറ്റ് ചില ഔദ്യോഗിക മാറ്റങ്ങളുമാണ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആദ്യം പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു വിവരം ശ്രദ്ധയിൽപ്പെടുത്താം. PSCയുടെ പലതരം തസ്തികകൾ നടത്തുന്ന അഭിമുഖങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കാറുണ്ട്. പക്ഷേ PSC നിശ്ചയിക്കുന്ന ദിവസം, നിശ്ചയിക്കുന്ന സമയം തന്നെ ഉദ്യോഗാർത്ഥികൾ ഈ അഭിമുഖത്തിനായി എത്തിച്ചേരേണ്ടതുണ്ട്. പക്ഷേ ഇനി മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തീയതി മാറ്റിക്കിട്ടാനുള്ള ഒരു അവസരം നാളെ മുതൽ കൈവരുകയാണ്. അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിച്ചാൽ അവർക്ക് PSC അഭിമുഖത്തിൻ്റെ ഡേറ്റുകൾ മാറ്റിക്കിട്ടും. തപാലിൽ അയക്കേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഒരു ഉദ്യോഗാർത്ഥി അയാളുടെ പ്രൊഫൈൽ മുഖേന തന്നെ അഭിമുഖത്തിൻ്റെ അഥവാ ഇൻ്റർവ്യൂവിൻ്റെ തീയതി മാറ്റിക്കിട്ടുന്നതിന് അപേക്ഷ നൽകേണ്ടതുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് K-സ്മാർട്ട് പദ്ധതി ഇപ്പോൾ നഗരസഭാ പ്രദേശങ്ങളിൽ മാത്രമാണ് നിലവിലുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എല്ലാ സേവനങ്ങളും, കെട്ടിടത്തിൻ്റെ പ്ലാൻ പാസ്സാക്കി കിട്ടുന്നതും, പെർമിറ്റ് അനുവദിക്കുന്നതും, കെട്ടിട നമ്പർ അനുവദിക്കുന്നതും, ടാക്സ് അടയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ, അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ K-സ്മാർട്ട് വഴിയാണ് നടക്കുന്നത്. 2025 അത് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടി തിരുവനന്തപുരം ജില്ലയിലാണ് ആരംഭിക്കുക. ഇത് സംബന്ധിച്ച് നേരത്തെ വിശദമായ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഈ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ ഏപ്രിലോടുകൂടി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും K-സ്മാർട്ട് പദ്ധതിയുടെ കീഴിൽ വരും. നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ വീട്ടിലിരുന്നും അപേക്ഷിക്കാം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. നേരിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ കയറി ഇറങ്ങുന്നത് ഒഴിവാകുകയാണ്. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഉള്ളത് RT ഓഫീസുകൾ, RTO ഓഫീസുകൾ എന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെയല്ല, RT ഓഫീസുകൾ എന്നാണ്. RT ഓഫീസുകളും സ്മാർട്ട് ആവുകയാണ് ജനുവരി മുതൽ. 2025 ജനുവരിയിൽ പൂർണ്ണമായും RT ഓഫീസുകൾ സ്മാർട്ട് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 10:15 മുതൽ ഉച്ചയ്ക്ക് 1:15 വരെ മാത്രമായിരിക്കും പൊതുജനങ്ങൾക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി അവിടെ സന്ദർശിക്കേണ്ട സമയം എന്നുള്ളത് കുറിച്ചിട്ടേക്കുക. അത് മറന്നു പോകാതിരിക്കുക. മറ്റൊന്ന്, പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യവ്യാപകമായി വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് അഥവാ EPF പെൻഷൻ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ ഒരു നടപടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ പെൻഷൻ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നാളെ മുതൽ നടപ്പാവുകയാണ്. താമസസ്ഥലം മാറുമ്പോൾ അവിടുത്തെ PF ഓഫീസിലെത്തി പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നൽകണമെന്നില്ല. പകരം പെൻഷൻ അക്കൗണ്ട് പുതിയ ബാങ്കിലേക്കോ ബാങ്ക് ശാഖയിലേക്കോ മാറ്റുകയും വേണമെന്നില്ല. ആദ്യ പെൻഷൻ വാങ്ങുമ്പോൾ ബാങ്കിൽ നേരിട്ടെത്തി സാക്ഷ്യപ്പെടുത്തണമെന്ന വ്യവസ്ഥയും ഒഴിവാകുകയാണ്. നമ്മൾ രാജ്യത്ത് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഈ EPF പെൻഷൻ നമുക്ക് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ക്രെഡിറ്റ് സ്കോർ പലപ്പോഴും പരിശോധിക്കപ്പെട്ട ശേഷമാണ് ബാങ്കുകൾ ലോൺ അനുവദിക്കുന്നത്. എന്നാൽ ഈ ക്രെഡിറ്റ് സ്കോർ പലപ്പോഴും മാസത്തിൽ ഒരിക്കലാണ് ഈ ക്രെഡിറ്റ് കമ്പനി, അതായത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ CIC സാധാരണ മറ്റ് ബാങ്കുകളുമായി പങ്കുവെക്കുന്നത്. പക്ഷേ മാസത്തിൽ ഒരിക്കൽ എന്നുള്ളത് മാറുകയാണ്. ഇപ്പോൾ ജനുവരി 1-ാം തീയതി മുതൽ 2 ആഴ്ച കൂടുമ്പോൾ ഈ വിവരം കൈമാറുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാസത്തിൽ 2 തവണ സ്കോർ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്യും. വായ്പ തിരിച്ചടച്ച് കഴിഞ്ഞവർക്ക് 1 മാസം കാത്തിരിക്കാതെ തന്നെ
പുതിയ ക്രെഡിറ്റ് സ്കോർ വിവരം ലഭിക്കും എന്ന് ചുരുക്കം. കർഷകരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ഈടില്ലാതെ കർഷകർക്ക് 2 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന വ്യവസ്ഥ നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. നാളെ എന്ന് പറയുമ്പോൾ തലേന്ന് രാത്രി 31-നാണ് ഈ വിവരം റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ജനുവരി 1 മുതൽ, അതായത് ഇന്നു മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് അറിഞ്ഞിരിക്കുക. നേരത്തെ 1.6 ലക്ഷം രൂപയായിരുന്നു, അതാണ് ഇപ്പോൾ 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത്. ഈടില്ലാതെയാണ് ഈ വായ്പ കിട്ടുന്നത് എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഔദ്യോഗിക വിവരം ഉള്ളത് ചിലർക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്നതാണ്. ഈ ആര് വിസമ്മതം അറിയിച്ചാലും മൊബൈൽ ടവർ സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിക്കുകയോ ടെലികോം ലൈനുകൾ വലിക്കുകയോ ചെയ്യുന്നത് പൊതു താൽപ്പര്യത്തിന് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥലം ഉടമ വിസമ്മതിച്ചാൽ കൂടി കമ്പനികൾ അത് സ്ഥാപിക്കും. ജില്ലാ കളക്ടർക്ക് ഇതിന് അപേക്ഷ ലഭിച്ചാൽ ജില്ലാ കളക്ടർ അനിവാര്യമാണ് അഥവാ പൊതു താൽപ്പര്യത്തിന് ഈ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ കമ്പനിക്ക് തീർച്ചയായും ജില്ലാ കളക്ടർ അനുമതി നൽകും എന്നുള്ളതാണ്. ഉടമയുടെ അനുമതി ലഭിക്കാതെ വന്നാൽ പൊതു താൽപ്പര്യം കണക്കിലെടുത്താണ് കളക്ടർ ഇതുപോലെ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകുന്നത്. ഇത് കൂടുതൽ നിയമയുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ. കൂട്ടത്തിൽ കാറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പുതുവർഷത്തെ ഒരു വിവരം കൂടി പങ്കുവെക്കാം. കാറുകളുടെ വില കൂടും എന്നുള്ളതാണ് സൂചന. മിക്ക കാറ് കമ്പനികളും 3.5% വരെ കാറിൻ്റെ വിലയിൽ വർധനവ് വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. മാരുതി സുസുക്കിയുണ്ട്, മഹീന്ദ്ര, ടാറ്റ മോട്ടേഴ്സ്, MG മോട്ടേഴ്സ്, ടൊയോട്ട, നിസാൻ മോട്ടോർ ഇന്ത്യ, ജർമ്മൻ വാഹനമായ മെഴ്സിഡീസ് ബെൻസ്, BMW ഔഡി എന്നീ കമ്പനികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വർധനവിന് പച്ചക്കൊടി കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അഥവാ വില വർധനവ് ഈ കമ്പനികളെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാറ് വാങ്ങണമെങ്കിൽ നമുക്ക് ഇനി കൂടുതൽ വില കൊടുക്കണം എന്ന് സാരം. പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയാണ് ഈ വർഷത്തെ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ മാറ്റങ്ങളുമായി പുതിയ വർഷം നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. ഈ പുതിയ വർഷത്തിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കാൻ സാധ്യതയുള്ളത് സാധന വിലയുടെ വർധനവ് ആയിരിക്കും. ആ വർധനവും ഉണ്ടാകും എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സൂചന. സ്വർണ്ണ വിലയിലും മാറ്റം ഉണ്ടായേക്കാം. അത് താഴേക്കല്ല മുകളിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് നാളിതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്.